രാമ 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 ഹരേ 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 രാമ 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 രമാപതി രാഘവവാക്യം ഏവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ സ്ത്രീജിതനായി അതികാമുകനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കതിനേതുമകപ്പെടാ അല്ലായിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധി രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിയ ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എങ്ങനെ നിത്തരം ഫലജാതി പറയുകയും കണ്ണുനീറാലോലവാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കുകയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയകോപിതന്നത എന്തിന് എന്താകും വൃഥൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡം ഇതിനു മഹീപതേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായുമില്ല ഇത് രണ്ടിനും സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൻ സൗഖ്യം ഏറും വനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ ആ കർമ്മം മമ മാതാവ് എനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞ് ഇനി വൈകാതെ പോവതിനായി വരുന്നേ എന്നരുൾ ചെയ്തു ദേവൻ മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ ഉത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്തം അതീവദാനങ്ങൾ ചെയ്ത് ആദരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചു ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ
രാമൻ ഉപഗതനായത് കണ്ടിലേ കുമിപാലപ്രിയേ. നോക്കിയിടുക എന്ന് അപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമളകളേബരം ഇന്ദീവരദള ശ്യാമകളേബരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നേടൂ ഭുജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോ അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മീ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാട് കേകയപുത്രിയമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിന് അയക്കായെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യം ഏവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു പിന്നെ മോഹം തീർന്നിരുന്നു. ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു. കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, ഇന്നും നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ടുപോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതൻ എന്നാകിൽ നീ, കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോടും നീ ചിന്തിക്ക ഭൂവനോടും കുമാരാ. ബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ല എന്നു നിർണയം. പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവ വംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലൻ.
എന്തിതു കാരണമുണ്ടാവാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.